മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താൻ പ്രത്യേകിച്ച് വയനാടിന്റെ ഭാഗത്ത് പാളയമിറങ്ങിയ സമയത്താണ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ വളരെയധികം ഭയചകിതരാകുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കർണാടകയിലൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, ടിപ്പു സുൽത്താൻ ഏറ്റവും അധികം ആക്രമിച്ചുകൊണ്ടിരുന്നത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയുമായിരുന്നു. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടിലെ പുരുഷന്മാരെ മുഴുവൻ കൊല്ലുക, മക്കളോട് അമ്മമാരുടെ മുൻപിലിട്ട് മക്കളെ കൊന്നുകളയുക, തുടർന്ന് സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകുക, അങ്ങനെ കുടുംബം നശിപ്പിക്കുന്ന വലിയ ഒരു രീതിയായിരുന്നു ടിപ്പു സുൽത്താൻ ചെയ്തുകൊണ്ടിരുന്നത്. മലബാറിൽ ടിപ്പു സുൽത്താന്റെ പട ഇറങ്ങി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ മധ്യ കേരളത്തിലുണ്ടായിരുന്ന സ്ത്രീകളാണ് ആദ്യം മുന്നോട്ട് വന്നത്. തങ്ങൾക്ക് മറ്റ് ബലങ്ങളൊന്നുമില്ല, ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആരെ പിടിക്കുമെന്ന് അറിയുമ്പോഴാണ് ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചിരിക്കാം എന്ന് കരുതി ഇതുപോലൊരു സെപ്റ്റംബർ 4 ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കും. സ്ത്രീകളാണ് ഈ നോമ്പ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അവർ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കൺമുൻപിൽ വെച്ച് ഞങ്ങളുടെ ഭർത്താക്കന്മാർ മരിക്കരുത്, ഞങ്ങളുടെ മക്കൾ മരിച്ചു കിടക്കുന്നത് കാണാൻ ഞങ്ങൾ ഇടയാകരുത്, ഞങ്ങളുടെ കുടുംബത്തിന് ക്ഷേമം ഉണ്ടാകണം എന്ന് കരുതിക്കൊണ്ട് സ്ത്രീകളാണ് ഈ നോമ്പ് നോക്കുന്നത്.